ടെറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സോഷ്യൽ സ്റ്റഡീസിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ളതാണ്. വെൻ, വേർ ആൻഡ് ഹൗ. ഇപ്പം നമ്മൾ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സോഷ്യൽ സ്റ്റഡീസിന് 60 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഫ്യൂ ചാപ്റ്റേഴ്സ് ആയിരിക്കും ഇന്ന് ഞാൻ ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ഈ വെൻ, വേർ ആൻഡ് ഹൗ എന്നുള്ള പോർഷനിൽ നിന്ന് യൂഷ്വലി 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഈ സോഷ്യൽ സ്റ്റഡീസിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പീരീഡ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, സോഴ്സസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ജനറലായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളും നമ്മൾ നോക്കണം. ജസ്റ്റ് ഫാക്ട് ബേസ്ഡ് മാത്രമല്ല, ജനറലായിട്ടും കൂടെ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിയണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിൽ ഏതാണ് ഫാൾസ്, ഏതാണ് ട്രൂ, ചിലപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള ജനറൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ടായിരിക്കാം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ജനറലായിട്ട് എല്ലാത്തിനെയും കുറിച്ചും ഒരു അവയർനെസ്സും കൂടെ നമുക്ക് വേണം. ജസ്റ്റ് ഫാക്ട്സ് മാത്രം അറിഞ്ഞ് പോയാൽ പോരാ. അപ്പോൾ എന്താണ് ഹിസ്റ്ററി? ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ കാലത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ചില പെർട്ടിക്കുലർ ടൈമിൽ എങ്ങനെയാണ് ആളുകൾ ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് സൊസൈറ്റീസ്, ഹൗ ദേ ചേഞ്ച്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്നതോടുകൂടി അവരുടെ കൾച്ചർ, അവരുടെ ട്രഡീഷൻസ്, അവരുടെ സിസ്റ്റംസ് ഓഫ് ഗവേണൻസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് പ്രോപ്പർലി അറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ ആ ടൈം പീരീഡും കൂടെ അറിയേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടൈം പീരീഡിൽ നമുക്കറിയാം ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഡേറ്റ്സ് ഇൻ ഹിസ്റ്ററി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, BC, AD, CE, BC എന്ന് പറയുന്ന ടേംസ് ഒക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള ടേംസ് തന്നെയാണ്. അപ്പോൾ BC എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ ക്രൈസ്റ്റ്. അത് ക്രിസ്തുവിന് മുമ്പുള്ള, ആ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള സമയത്തെയാണ് നമ്മൾ ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ 500 BC, 400 BC, അതായത് ഏറ്റവും ആദ്യം വലിയ നമ്പറുകളായിരിക്കും. പിന്നീട് ക്രിസ്തുവിൻ്റെ ജനനത്തോട് അടുക്കുന്തോറും 400 BC, 300 BC, അതായത് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് BCയിൽ ചെയ്യുന്നത്. ഇനി AD എന്ന് പറയുന്നത് അനോ ഡൊമിനി, അതായത് ഇതിൻ്റെ അർത്ഥം ദ ഇയർ ഓഫ് ദ ലോർഡ്, അതായത് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതിന് ശേഷം കൗണ്ട് ചെയ്യുന്നതാണ് AD. അപ്പോൾ ഇവിടെ വരുന്നത് AD 100 ആണ് ആദ്യം വരിക, അതിനുശേഷം AD 500, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന വർഷം ഏതാണ്? BC ആണോ, AD ആണോ, CE ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും പറയേണ്ടത് ഏതാണ്? AD 2026 ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ഇനി വരുന്ന വർഷങ്ങളെല്ലാം AD, ഫ്യൂച്ചറിനെ റെഫർ ചെയ്യാനും AD തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത CE ആൻഡ് BC. ഇപ്പോൾ CE എന്ന് പറയുന്നത് കോമൺ എറ എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ എറ എന്നുള്ള അർത്ഥത്തിലും CE യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ADക്ക് പകരവും CE യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ BC എന്ന് പറയുന്നത്, BCE എന്ന് പറയുന്ന ടേം ബിഫോർ കോമൺ എറ, BCക്ക് പകരം യൂസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് BCE. BCE മീൻസ് ബിഫോർ കോമൺ എറ. ഇതിങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മോഡേൺ ഹിസ്റ്ററി ബുക്സിലൊക്കെ CE ആൻഡ് BC ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കാണുന്നത്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററിയുടെ സോഴ്സസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ദ മെറ്റീരിയൽസ് ദാറ്റ് ഹെൽപ്പ് ഹിസ്റ്റോറിയൻസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. അതായത് കഴിഞ്ഞ കാലത്തിൽ എന്ത് സംഭവിച്ചെന്ന് ഹിസ്റ്റോറിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ നമുക്ക് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഹൗ പീപ്പിൾ ലീവ്ഡ്, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവർ എന്തൊക്കെ കാര്യങ്ങളിൽ ബിലീവ് ചെയ്തിരുന്നു, എങ്ങനെയാണ് സൊസൈറ്റീസും ഗവൺമെൻറ്റ്സും ഫങ്ഷൻ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ സോഴ്സസ് ഇല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയെ അക്യുറേറ്റ് ആയിട്ട്, കറക്റ്റായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി ഹിസ്റ്ററിയുടെ പല ടൈപ്സ് ഓഫ് സോഴ്സസ് ഉണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് ലിറ്റററി സോഴ്സസ് ആണ്. ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ റെക്കോർഡ്സ് ഫ്രം ദ പാസ്റ്റ്. ചിലപ്പോൾ ഇവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും തരുന്നത്, ലിറ്റററി റെക്കോർഡ്സ് ആർ ദ റിട്ടേൺ റെക്കോർഡ്സ് ഫ്രം ദ പാസ്റ്റ് എന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കി തന്നെ പോകണം. അപ്പോൾ ഇത് റിട്ടൺ മെറ്റീരിയൽസ് ആണ്, പണ്ടത്തെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ അത് റിട്ടൺ മെറ്റീരിയൽസ് ആയിരിക്കാം. ചിലപ്പോൾ അത് പാം ലീവ്സിലോ അല്ലെങ്കിൽ ബാർക്ക് ഓഫ് ട്രീസ്, മരങ്ങളുടെ കൊമ്പിലോ ഒക്കെ ആയിരിക്കാം ഇത് എഴുതിയിരുന്നത്. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഇങ്ങനെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സ്റ്റോൺ യൂസ് ചെയ്യാം, മെറ്റൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാം ലീവ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓലയിലൊക്കെ എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എന്തായിട്ടാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിൽ ലിറ്റററി സോഴ്സസ് ആയിട്ട് നമുക്കുള്ളത് വേദാസ് ഉണ്ട്,
ഉപനിഷത്തുകളുണ്ട്, രാമായണ, മഹാഭാരത, ബുദ്ധിസ്റ്റ്, ജെയിൻ ലിറ്ററേച്ചർ ഉണ്ട്. അതുപോലെ തന്നെ പാണിനിയുടെ ഗ്രാമർ, കൗട്ടല്യ അല്ലെങ്കിൽ ചാണക്യയുടെ അർത്ഥശാസ്ത്ര, അതുപോലെ തന്നെ കാളിദാസന്റെ പ്ലേസ് ആൻഡ് പോയംസ്, ഭാനഭട്ടാസ് ഹർഷചരിത, കൽഹാനാസ് രാജതരംഗിണി, ഗാർഗി സംഹിത ഒക്കെ ഉണ്ട്. അപ്പം ഇതിങ്ങനെ വായിച്ചു പോയപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കരുത്. ഇതിൽ ചിലപ്പോൾ ചോദിക്കുക ഹർഷചരിത എഴുതിയത് ആരാണ്, ഹർഷൻ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് ഭാനഭട്ട എഴുതിയതാണ് ഹർഷചരിത. അതുപോലെ തന്നെ അർത്ഥശാസ്ത്രം എഴുതിയതാണ് ആരാണ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇതിന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് മുമ്പ്, അപ്പോൾ അതും നോക്കിപ്പോണം. പക്ഷേ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സിലും പോകുന്നുണ്ട്. അപ്പം ഇവരുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ലിറ്റററി സോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കൾച്ചർ, സോഷ്യൽ ലൈഫ്, പൊളിറ്റിക്കൽ സിസ്റ്റംസ്, എക്കണോമിക് കണ്ടീഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇനി ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഗ്രൗണ്ട് ഡിഗ് ചെയ്തത് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണെങ്കിൽ അവിടെ നിന്നും കുഴിച്ച് കിട്ടുന്ന എല്ലാം അതിൻ്റെ മെറ്റീരിയൽസ് ആണ്. ചിലപ്പോൾ മോണുമെൻറ്റ്സ് ആവാം, ടൂൾസ് ആവാം, പോട്രി, സ്കൾപ്ചർ, കോയിൻസ്, ബിൽഡിങ്സ്, ഇങ്ങനെ പലതും ആവാം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇത് നോക്കേണ്ടത് സർ വില്യം ജോൺസ്. അദ്ദേഹം ഫൗണ്ട് ചെയ്തൊരു സൊസൈറ്റി ഉണ്ട്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഇത് 1784 ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാൻ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം അത് ഫൗണ്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ടു സ്റ്റഡി ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിനെ കുറിച്ച് പഠിക്കാനാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരാളാണ് ആർക്കിയോളജിക്കൽ റിസോഴ്സസിൽ വരുന്നത് സർ അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഇദ്ദേഹത്തിനെയാണ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന് പറയുന്നത്. കാരണം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സ്കവേഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ളത് ഇദ്ദേഹമാണ്. ഇനി മൂന്നാമത്തെ ഒരു സോഴ്സ് ഓഫ് ഹിസ്റ്ററിയാണ് ഇൻസ്ക്രിപ്ഷൻ. ഈ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പഠിക്കുന്നതിനാണ് എന്ത് പറയുക, എപ്പിഗ്രാഫി എന്ന് പറയാം. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്സ് എൻഗ്രേവ്ഡ് ഓൺ ഹാർഡ് സർഫേസസ്, അതായത് സ്റ്റോൺ, കോപ്പർ പ്ലേറ്റ്സ്, റോക്ക് പില്ലേഴ്സ്, ടെമ്പിൾ വാൾസ്, ഇതിലൊക്കെ ഉള്ള റൈറ്റിങ്സിനാണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം അമ്പലങ്ങളിലൊക്കെ പണ്ടത്തെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ സ്റ്റോൺ കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് അതിലെഴുതിയ കുറേ കാര്യങ്ങളുണ്ട്, അതിനെയാണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ആൻഡ് ആർ യൂഷ്വലി ഒഫീഷ്യൽ റെക്കോർഡ്സ്. അത് ഇപ്പം ഓൾറെഡി അത് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ മാറ്റാനായിട്ടൊന്നും പറ്റുന്ന കാര്യമില്ല. അപ്പോൾ അത് ഒഫീഷ്യൽ റെക്കോർഡും കൂടിയാണ്. ഇനി സ്ക്രിപ്റ്റ്. അപ്പോൾ പല ഇൻസ്ക്രിപ്ഷൻസും എന്ത് സ്ക്രിപ്റ്റിലാണ് എഴുതിയിട്ടുള്ളത്, ഏത് ഭാഷ അല്ലെങ്കിൽ ഏത് ലിപിയിലാണ് എഴുതിയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മിയും ഖറോസ്തി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 ലിപികളിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ജെയിം പ്രിൻസെപ്പ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ആദ്യത്തെ സ്കോളർ ഹു ഹാസ് ഡിസിഫേർഡ് ദ ബ്രഹ്മി സ്ക്രിപ്റ്റിനെ ആദ്യമായിട്ട് വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ജെയിംസ് പ്രിൻസെപ്പാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി മറ്റൊരു ലിറ്റററി സോഴ്സാണ് കോയിൻസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള പഠനത്തിന് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയും. അതായത് സ്റ്റഡി ഓഫ് ദി കോയിൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, ന്യൂമിസ്മാറ്റിക്സ്. അതായത് കോയിൻസും ആ സമയത്ത് ഉണ്ടായിരുന്ന റൂളേഴ്സ്, അവരുടെ ട്രേഡ് റിലേഷൻ, എക്കണോമിക് കണ്ടീഷൻ, അതുപോലെ തന്നെ ദ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ മെറ്റൽ വർക്ക് ആൻഡ് ടെക്നോളജി, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സാണ് അക്കൗണ്ട്സ് ഓഫ് ഫോറിനേഴ്സ്. പല ഫോറിൻ ട്രാവലേഴ്സ് ആൻഡ് സ്കോളേഴ്സ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പല ഡിസ്ക്രിപ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് അല്ലെങ്കിൽ സോഴ്സസ് ആണെന്ന് നമുക്ക്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കോളറാണ് മെഗസ്തീൻസ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ഇൻഡിക്ക എന്ന് പറയുന്നത്. ഇത് മൗര്യൻ എംപയറിനെ കുറിച്ച്, മൗര്യൻ സാമ്രാജ്യത്തെക്കുറിച്ചിട്ട് ഉള്ളതാണ്. ഇത് കൂടുതലായിട്ടും മലയാളത്തിൽ നമ്മൾ പറഞ്ഞാലും ഇതിപ്പോൾ ഞാൻ വായിക്കുന്ന കണ്ടൻറ് അല്ലെങ്കിൽ പറയുന്ന കണ്ടൻറ് മലയാളത്തിൽ പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. കാരണം മലയാളം ഇത് സീറ്റെറ്റ് ആയതുകൊണ്ട് അവിടെ ഒരു ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ ആ ലാംഗ്വേജിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി മറ്റൊരാളാണ് ഫാഹൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധിസ്റ്റ് കൺട്രീസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടോളമി ജോഗ്രഫിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് പല ഇന്ത്യൻ പ്ലേസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്ലിനി നാച്ചുറൽ ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ട്രേഡ് ആൻഡ് പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെ നിന്നിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് വരാം കേട്ടോ. മെഗസ്തീൻസ്, മൗര്യൻ എംപയർ, ഫാഹൈൻ ബുദ്ധിസ്റ്റ് കൺട്രീസിനെ കുറിച്ചാണ്, ടോളമി ജിയോഗ്രഫിനെ കുറിച്ചിട്ടാണ്, പ്ലിനി നാച്ചുറൽ ഹിസ്റ്ററിയെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയത് സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ, എപ്പിഗ്രഫിയാണ്, സ്റ്റഡി ഓഫ് കോയിൻ, ന്യൂമിസ്മാറ്റിക്സ് ആണ്, ദ ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്, ബ്രഹ്മി സ്ക്രിപ്റ്റിനെ
ഡിസൈഫർ ചെയ്യുന്നത് ജെയിംസ് പ്രിൻസപ്പ് ആണ്. BC മീൻസ് ബിഫോർ ക്രൈസ്റ്റ് ആണ്. AD മീൻസ് അനോ ഡൊമിനി വിച്ച് മീൻസ് ദ ഇയർ ഓഫ് ദ ലോർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഇനി അടുത്തത് പീരിയഡൈസേഷൻ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ എന്താണ് ഈ വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയെ ഡിഫറെൻറ്റ് പീരീഡ്സ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പല ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഓരോ കാലഘട്ടത്തിലും നടന്നിട്ടുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇത്തരത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ ഡിഫറെൻറ്റ് പീരീഡ്സ് ആയിട്ട് മാറ്റിയിട്ടുള്ളതിൽ ഫസ്റ്റ് വൺ വരുന്നത് ജെയിംസ് മില്ലിൻ്റെ ക്ലാസിഫിക്കേഷനാണ് 1870. അപ്പോൾ ജെയിംസ് മില്ല് ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനാണ്, പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ് എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയാൻ കാരണം ബ്രിട്ടീഷുകാർ ആ സമയത്ത് റൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പ്രധാനമായിട്ടും 3 പീരീഡ്സ് ആയിട്ടാണ് ഇന്ത്യൻ ഹിസ്റ്ററിയെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ഹിന്ദു പീരീഡ്, 2 മുസ്ലിം പീരീഡ്, 3 ബ്രിട്ടീഷ് പീരീഡ്. ഇങ്ങനെ 3 ആയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്ന് കാരണം റിലീജിയൻ ഓഫ് ദ റൂളേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഫോറിനറെ പോലും ഇവരും വിചാരിച്ചിരുന്നത് എന്താണ്, ബ്രിട്ടീഷ് പീരീഡാണ് ഏറ്റവും കൂടുതൽ മോഡേൺ ആൻഡ് പ്രോഗ്രസീവ് കമ്പയർഡ് ടു ദി പ്രീവിയസ് പീരീഡ്സ് എന്നുള്ളതാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ വ്യൂവിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് ബയസ്ഡ് ആണ്, ഇത് ഇൻകറക്റ്റ് ആണ്. ഇപ്പം ഇന്ത്യയിൽ ഈ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഈ 2 റിലീജിയനോ ആ റിലീജിയൻപ്പെട്ട ആളുകളോ മാത്രമല്ല ഭരിച്ചിട്ടുള്ളത്. ബുദ്ധിസം, ജൈനിസം, സിഖിസം ഇതെല്ലാം ഹിന്ദുസത്തിനോടും ഇസ്ലാം ആസ് എ റിലീജിയൻ അതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യൻ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം റിലീജിയൻ ബേസിക്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി ലേറ്റർ വന്നിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് 3 കാറ്റഗറി ആയിട്ടാണ് ഇന്ത്യൻ ഹിസ്റ്ററിയെ തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഏൻഷ്യൻ പീരീഡ്, സെക്കൻഡ് വൺ മിഡീവൽ പീരീഡ്, തേർഡ് വൺ മോഡേൺ പീരീഡ്. അപ്പോൾ ഈ ഡിവിഷന് പിന്നിലുള്ള വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പീരീഡ് ആണ് ഇതിൽ മോഡേൺ പീരീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം പുതിയതായിട്ടുള്ള പല അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ്, വെസ്റ്റേൺ ഐഡിയാസ്, മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ, ലോ ഗവേണൻസ് ഒക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു സമയത്തിന് നമ്മൾ മോഡേൺ പീരീഡായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി കൊളോണിയൽ പീരീഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ കൊളോണിയൽ പീരീഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ഏകദേശം 250 വർഷത്തോളമുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തത്, ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയാണ് ഈ കൊളോണിയൽ റൂളിനോട് റെസ്പോണ്ട് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഒരു സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്തതാണ്. ഇതിൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഉണ്ട് അബൌട്ട് ലാൻഡ്, പീപ്പിൾ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അവർ റൂൾ ചെയ്യുന്ന കൺട്രി ആണല്ലോ ഇന്ത്യ, അതിനെക്കുറിച്ച് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുക, അതിനെ കൂടുതൽ നന്നായിട്ട് ഭരിക്കുക, അതുപോലെ തന്നെ റവന്യൂ കളക്ഷൻ, പ്ലാനിങ്, അഡ്മിനിസ്ട്രേഷനൊക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പല ടൈപ്പ് ഓഫ് സർവേസ് ഉണ്ട്, റവന്യൂ സർവേ, ടോപ്പോഗ്രാഫിക്കൽ, ബൊട്ടാനിക്കൽ, സുവോളജിക്കൽ, ആർക്കിയോളജിക്കൽ, ആന്ത്രോപോളജിക്കൽ, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഇവർ ഇതിലൂടെ പഠിച്ചത് ഫ്ലോറ ആൻഡ് ഫ്യൂണ പഠിച്ചു, സോയിൽ ക്വാളിറ്റി, ക്രോപ്പിംഗ് പാറ്റേൺസ്, യൂസ് ഓഫ് ലാൻഡ്. ഒഫീഷ്യൽ റെക്കോർഡ്സിൽ നിന്നും നമുക്ക് കൊളോണിയൽ പീരീഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഈ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തതും മെയിൻറ്റെയിൻ ചെയ്തതും ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആണ്. അപ്പോൾ ഇതിൽ ലെറ്റർ, റിപ്പോർട്ട്സ്, പോളിസീസ്, അഡ്മിനിസ്ട്രേറ്റീവ് നോട്ട്സ്, മെമ്മോസ് ഒക്കെ വരാം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ വർക്ക് ചെയ്തു, എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുത്തത്, ഇംപ്ലിമെൻറ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൽ ബ്രിട്ടീഷ് പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഇന്ത്യൻ പീപ്പിളുടെ ഫീലിങ്സ്, എക്സ്പീരിയൻസസ്, സ്ട്രഗിൾസ് ഒന്നും നമുക്ക് കാണിക്കുന്നില്ല. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ആർക്കൈവ്സ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്, മാനുസ്ക്രിപ്റ്റ്സ്, ഒഫീഷ്യൽ റെക്കോർഡ്സ് എല്ലാം ആണ്. ഇത് ഫ്യൂച്ചർ റെഫറൻസ് ആൻഡ് സ്റ്റഡിക്ക് വേണ്ടി പ്രിസർവ് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് വരുന്ന ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ലിറ്ററേച്ചർ. ഇപ്പോൾ പ്രിൻറ്റിംഗ് പ്രസിൻ്റെ ഇൻവെൻഷനോട് കൂടി ന്യൂസ് പേപ്പർ കൂടുതൽ പോപ്പുലറായി. ഇംഗ്ലീഷിലും വെർണിക്കുലർ ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജസിലൊക്കെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ പബ്ലിക് ഒപ്പീനിയൻ, സോഷ്യൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ടൈം ഒക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ലിറ്ററേച്ചറിൽ വരുന്നത് നോവൽസ്, റിലീജിയസ് റൈറ്റിംഗ്സ്, പോപ്പുലർ ലിറ്ററേച്ചറൊക്കെയാണ്. അപ്പോൾ എവറിഡേ ലൈഫ് ഓഫ് പീപ്പിൾ, കൾച്ചർ, സൊസൈറ്റി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജെയിംസ് മില്ലിൻ്റെ ബുക്കാണ് എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. 3 പീരീഡാണ്, ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോ. താങ്ക്